കാസർഗോഡ് സൗത്തിന് മുന്നിലാണ്, മഞ്ചേശ്വരത്തും കാസർഗോഡും പുറകോട്ട് പോയിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ മാസ്റ്റർ 243 വോട്ടുകൾക്കാണ് ഒരു ഘട്ടത്തിലെങ്കിലും വി ഡി സതീശനെ പിന്നിലാക്കുന്നത്. 240 വോട്ടുകൾക്കാണ്. 243 വോട്ടുകൾക്ക് വി ഡി സതീശൻ. വൻമരങ്ങൾ ഒരു ഘട്ടത്തിലെങ്കിലും പിന്നിലേക്ക് പോകുന്നു എന്നത് രാഷ്ട്രീയ കേരളത്തെ ഒന്നാകെ ഞെട്ടിക്കുന്നു എന്ന് തന്നെ നമുക്ക് വളരെ കൃത്യമായി തന്നെ പറയാൻ സാധിക്കും. 1000 വോട്ടിന്റെ ലീഡ്, 6636 വോട്ടിന്റെ ലീഡ്, വാസ്തവൻ തോൽക്കുന്നു. ശബരിമല പ്രതിഫലിക്കുന്നു. കോട്ടയത്തെ ചെങ്കോട്ട എന്ന് വിശേഷിപ്പിച്ചത് ആ മണ്ഡലത്തെ ആയിരുന്നു, പ്രത്യേകിച്ച് VN വാസവനിലൂടെയായിരുന്നു അങ്ങനെ കോട്ടയത്തെ ചുവപ്പിക്കാൻ സാധിച്ചതെങ്കിൽ ഇത്തവണ അത് തിരിച്ചു പിടിക്കുന്നു എന്നതാണ് രാഷ്ട്രീയം കാണുന്നത്, രാഷ്ട്രീയ കേരളം കാണുന്നത്. ലീഡ് ഉയർത്തുന്നു. 2452 വോട്ടായി ലീഡ് ഉയർത്തിയിരിക്കുന്നു. സന്ദീപ് വാര്യർ തൃക്കരിപ്പൂർ പിടിക്കും. സന്ദീപ് വാര്യർ ലീഡ് നില ഇപ്പോൾ 3000 കടന്നിരിക്കുന്നു. സന്ദീപ് വാര്യർ തൃക്കരിപ്പൂർ ഇടതിന്റെ കോട്ട പിടിക്കും. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്കുള്ള സന്ദീപിന്റെ വരവ് വെറുതെ ആയില്ല. സന്ദീപിനെ എഴുത്തള്ളിയവർക്കുള്ള മറുപടിയായി തൃക്കരിപ്പൂർ പോലെയുള്ള ഇടതുകോട്ടയിൽ സന്ദീപ് വാര്യർ തന്റെ വിജയഭേരി മുഴക്കുന്നു. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മന്റെ ലീഡ് 6000-ന് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മന്റെ ലീഡ് 6000-ന് മുകളിലേക്ക് എത്തുന്നു. ഇടതിന് ആശ്വാസമായി ഒല്ലൂരിൽ ഒരു കെ രാജൻ 3402 വോട്ടുകൾക്ക്. ഇടതിന് ആശ്വാസമായി കെ രാജൻ. ഇടതിന് ആശ്വാസമായി ഒല്ലൂരിൽ ഒരു 9 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. LDFന് ആശ്വാസം CPIയുടെ കണക്കാണ്. 9 സീറ്റുകളിൽ CPI മുന്നിട്ട് നിൽക്കുന്നുണ്ട് അല്ലെ. തൊണ്ണൂറ് പോലെയുള്ള CPM-ന്റെ കോട്ടയിൽ ഹരിഗോവിന്ദൻ മുന്നിലാണ് 400-ൽ പരം വോട്ടുകൾക്ക്. നെന്മാറയിൽ മുന്നിട്ട് നിൽക്കുന്നു ഇടതുപക്ഷം. കെ പ്രേമനാണ് 1400 വോട്ടുകൾക്കാണ് നെന്മാറയിൽ. അങ്ങനെ ഇടതുപക്ഷത്തിന് ആശ്വസിക്കാൻ പറ്റുന്ന ചില മണ്ഡലങ്ങൾ കൂടി ഉണ്ട് എന്നതാണ് എടുത്തു പറയുന്നത്. തിരുവല്ലയിൽ വീണ ജോർജ് പിന്നിലാണ്. വീണ്ടും പുറകിൽ 1352. ചാത്തന്നൂരിൽ CPI ലീഡ് പിടിക്കുന്നു. NDAയുടെ സീറ്റ് ലീഡ് ചാത്തന്നൂരിൽ പോകുന്നു. 13 വോട്ടുകൾക്ക് ചാത്തന്നൂരിൽ ഇടതുപക്ഷം ലീഡ് പിടിക്കുന്നു. പക്ഷേ തിരുവല്ലയിൽ NDA മുന്നേറുകയാണ്. അനൂപ് ആന്റണി തിരുവല്ലയിൽ മുന്നേറുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. തിരുവല്ലയിലോ ആഘോഷം തുടങ്ങി.